2 ഘട്ടമായാണ് പദ്ധതി പൂർത്തീകരിക്കുക. പൊതുടാക്സി സർവീസുകൾക്ക് സൗകര്യമൊരുക്കുന്ന കമ്പനി സ്ഥാപിക്കുകയായിരിക്കും ആദ്യഘട്ടത്തിൽ ചെയ്യുക. രണ്ടാം ഘട്ടത്തിൽ ഈ രംഗത്തെ അനുഭവപരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതി സംബന്ധിച്ച് സമഗ്ര റിപ്പോർട്ട് തയ്യാറാക്കി ഗതാഗത മന്ത്രാലയത്തിന് സമർപ്പിക്കും. തുടർന്ന് നിലവിലുള്ള ടാക്സി സർവീസ് ചട്ടങ്ങളിൽ ആവശ്യമായ പരിഷ്കരണം വരുത്തും. രൂപീകരിക്കപ്പെടുന്ന കമ്പനിയുടെ മാനേജ്മെന്റിൽ ഗതാഗത രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പുതുതായി കടന്നുവരുന്നവർക്കും പുതിയ വ്യവസ്ഥകൾ ബാധകമാക്കും. സ്വദേശികളെ ആകർഷിക്കുന്ന രീതിയിൽ ടാക്സി മേഖലയിൽ ആവശ്യമായ ക്രമീകരണങ്ങളും രീതികളും ഇതിന്റെ ഭാഗമായി വരുത്തും. 6 പേർക്ക് യാത്ര ചെയ്യാവുന്ന വാഹനങ്ങളാണ് ടാക്സിക്കായി ഉപയോഗിക്കുക. ഡ്രൈവറുടെ ക്യാബിനും യാത്രക്കാരുടെ ഇരിപ്പിടങ്ങളും തമ്മിൽ വേർതിരിക്കും. ടാക്സി വിളിക്കുന്നതിനും സർവീസ് നടത്തുന്നതിനും ഏകീകൃത കമ്മ്യൂണിക്കേഷൻ സെന്റർ പ്രവർത്തിക്കും. കൂടാതെ നിലവാരമുള്ള സർവീസും സുരക്ഷിതത്വ സംവിധാനവും ശുചിത്വവും എക്സലന്റ് ടാക്സികളുടെ പ്രത്യേകതകളായിരിക്കും. മാഗ്നറ്റിക് കാർഡ് റീഡ് ചെയ്യുന്ന പ്രത്യേക മീറ്ററുകളാണ് എക്സലന്റ് ടാക്സിയുടെ മറ്റൊരു പ്രത്യേകത. വിദ്യാർത്ഥികൾക്കും പ്രായം ചെന്നവർക്കും സുഗമമായി ഉപയോഗിക്കുന്നതിന് പ്രീപെയ്ഡ് കാർഡുകളും സജ്ജീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സ്വദേശി യുവാക്കളെ ടാക്സി മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനും ജോലി സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനും പ്രതിമാസം 5000 റിയാൽ വേതനം, ഫദഫിന്റെ പ്രത്യേക സാമ്പത്തിക സഹായം, ജോലിയിൽ മികവ് പുലർത്തുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ, സർവീസ് മണി തുടങ്ങിയവ നൽകുന്നത് സംബന്ധിച്ചും തൊഴിൽ മന്ത്രാലയവും ഫദഫും പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് തൊഴിൽ മന്ത്രി എഞ്ചിനീയർ ആദിൽ ഫഗീഹ് അറിയിച്ചു. മീഡിയ 1 റിയാദ്.